എപ്പോഴും എന്തിനാ ഇങ്ങനെ മുടി പിടിക്കുന്നതെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ചമ്മൽ മറയ്ക്കാനാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. ഞാനും അമ്മയും കൂടെ ബാങ്കിൽ വരെ പോവാണേ. അപ്പോൾ അമ്മയുടെ കുറച്ച് പണിപ്പൈസ വന്നിട്ടുണ്ട്, തൊഴിലുറപ്പിൻ്റെ, അതെടുക്കാനായിട്ട് പോവാണേ. അങ്ങനെ നേരെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടനെ കിട്ടി നേരെ അക്ഷയയിലോട്ട് പോയി. ബാങ്കിൽ തന്നെ ഒരു അക്ഷയുണ്ട്, അങ്ങോട്ട് പോയി. അവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് മില്ലിൽ പോയി വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ സാധനം കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ചന്തയിൽ പോയി. അവിടെ ചെന്നപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് ചായ മേടിച്ച് തരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചായ മേടിച്ചു തന്നു. അതിന് ശേഷം ഗൂഗിൾ പേ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. കാരണം സ്കാനർ അയച്ചു തന്നാൽ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ തന്നെ പഠിക്കട്ടെ എന്ന് ഓർത്ത് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കേട്ടോ. കുറച്ച് സമയം എടുത്ത് എന്തായാലും പഠിപ്പിച്ചു. പിന്നെ നേരെ തിരിച്ച് ATM പോയിട്ട് ATM അത് പഠിപ്പിച്ചു. അത് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ വർഷമായി ATM കാർഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാൻ അറിയില്ല. അമ്മയ്ക്ക് ടെൻഷനാണ്. അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ പുറത്തേക്കുന്നവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ്. പിന്നെ ഞാൻ പിടിച്ച് വലിച്ച് കയറ്റി അതൊക്കെ പഠിപ്പിച്ചു. പക്ഷേ പഠിച്ചു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ആൾക്കത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കും, പ്രായമായവരല്ലേ. പിന്നെ കുറേ ബാഗ് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ കൂടെ വരുമ്പോൾ സഞ്ചിയും തൂക്കി വരും. എനിക്കാണെങ്കിൽ അത് കാണുന്ന ദേഷ്യമാണ്. ഇപ്രാവശ്യം ഒരു ബാഗൊക്കെ വാങ്ങിക്കൊടുത്ത് നേരെ ഓട്ടോയിൽ കയറിയപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്കാനർ അയച്ചു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.